ഈ ഒരു വലിയ ആ ഒരു റെക്കഗ്നിഷൻ നിൽക്കുന്ന സമയത്തും വേറെ തരത്തിലുള്ള ക്രിറ്റിസിസം, ഇപ്പം ബിരിയാണിയുടെ പേരിൽ അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്നു, ഇസ്ലാമോഫോബിക് എന്നൊക്കെ പറഞ്ഞു വീണ്ടും അങ്ങനത്തെ ഒരു വിമർശനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉയർന്നു വരും. അതിൽ മറുപടി പറയും, ഡയറക്ടർ അതിന് റിപ്ലൈ പറയുകയും അങ്ങനത്തെ ഒരു വിഷയത്തിലേക്കൊക്കെ പോയി. അതൊക്കെ എന്തിനാണ് ഈ സമയത്ത് അങ്ങനെ വിചാരിച്ചോ? അങ്ങനെ ഞാൻ ഒരുപാട് ഇവൻ സജിനും പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അത് അത് അപ്പോൾ സജിൻ്റെ അഭിപ്രായം. എനിക്കങ്ങനെ ഈ സമയത്തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു സോളിഡാരിറ്റി ഞാൻ കാണിക്കുമ്പോൾ അതിനെ കനി കാണിച്ചു, കനി ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് എഴുതുമല്ലോ. അങ്ങനെ പൊതുവെ ഇപ്പം നമ്മൾ ഞാനെന്നല്ല എക്സ് ഓർ വൈ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ധൈര്യം കാണിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോഴോ ഒരുപാട് പേര് അതിനെ പ്രൈസ് ചെയ്യും, ഇങ്ങനെ വാവ് എന്നുള്ള രീതിയിൽ കാണിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പക്ഷേ ഇങ്ങനെയും ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരാൾ സ്വാഭാവികമായിട്ടും ആലോചിക്കുമല്ലോ. അതിപ്പം ആരായാലും ആലോചിക്കും. നമുക്ക് വിമർശിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടത് വരുന്നതെന്ന് എനിക്ക് തോന്നിയത്, ഈ എൻ്റെ പ്രവൃത്തിനെ ഐഡിയലൈസ് ചെയ്യാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. എപ്പോഴും നിലപാടുള്ള ഒരാൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഐഡിയലൈസ് ചെയ്യും. അങ്ങനെ ഒരു പരിപൂർണമായിട്ട് ശരി എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തികൾ ലോകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ശ്രമിക്കുന്നവരുണ്ട്, പരമാവധി ശ്രമിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനത്തെ എൻ്റെ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ തന്നെ പല നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് എന്ത് സാഹചര്യം വരുമ്പോഴും ഒരിക്കലും അവരുടെ ഇൻറ്റഗ്രിറ്റി കളയാതെ ശരിക്കും ഒപ്പം നിൽക്കുന്ന നല്ല മനസ്സാക്ഷിയുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഞാൻ അങ്ങനെ ഒരാളല്ല. എൻ്റെ സർവൈവലിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെനിക്ക് അന്നും ഇന്നും ഇപ്പോഴും ഇനി ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അൺലെസ് ഇനി ഇതുപോലെ എന്തെങ്കിലും വലിയ മാറ്റം സ്വഭാവത്തിൽ വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സോളിഡാരിറ്റി കാണിക്കുമ്പോൾ ആളുകൾ ഞാനല്ല എന്നെ ഐഡിയലൈസ് ചെയ്യുന്നത്, പക്ഷേ ആളുകൾ നാച്ചുറലി ഐഡിയലൈസ് ചെയ്യുമ്പോൾ മറ്റു മനുഷ്യർ അങ്ങനെ ഐഡിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, അവർ ഇങ്ങനെയും ചെയ്ത ഒരാളാണ് എന്ന് പറയും. അതൊരു സ്വാഭാവികമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിലൊരു തെറ്റോ ശരിയോ അങ്ങനെയൊന്നും ഞാൻ വരയ്ക്കുന്നില്ല. നമ്മൾ പറയാത്ത കാര്യങ്ങളും ഞാൻ പറയാത്തതും ചെയ്യാത്തതും കാര്യങ്ങൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടോ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. അല്ലാണ്ട് ആളുകൾ അത് ചോദിക്കുന്നത് ഈ സമയത്ത് കുറച്ച് കാണിക്കുന്നു അങ്ങനെയൊന്നും അതിലൊന്നും ഒരു തെറ്റുള്ളതായിട്ട് കേരള സ്റ്റോറി ആ പൊളിറ്റിക്സുമായിട്ട് ചേർന്നില്ല, അതുകൊണ്ട് ചെയ്തില്ല. അതെന്താ അങ്ങനെ കേരള സ്റ്റോറി എന്നുള്ള സിനിമ ആ ഡയറക്ടറിൻ്റെ അതുപോലെ തന്നെയുള്ള വേറൊരു സിനിമ വരുന്നുണ്ട്. അത് വിളിച്ചപ്പോൾ ഞാൻ ചെയ്തില്ല. അതെന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ശരിക്കും കോവിഡ് സമയത്താണ് എനിക്ക് ഓക്കെ കമ്പ്യൂട്ടർ എന്ന് മറ്റൊരു സീരീസ് ഞാൻ ചെയ്തിരുന്നു ഹിന്ദിയിൽ, സയൻസ് ഫിക്ഷൻ കോമഡി. അതിന് തൊട്ടടുത്ത കോവിഡ് തുടങ്ങിയ സമയത്താണ് എനിക്ക് ഹിന്ദിയിൽ നിന്ന് ഓഡിഷൻസ് വരാൻ തുടങ്ങിയത് ആദ്യമായിട്ട് ജീവിതത്തിൽ. അങ്ങനെ ഓഡിഷൻസ്. അപ്പോൾ ആ ഓഡിഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചില വർക്കുകൾ കിട്ടുകയും അപ്പോൾ എനിക്കൊരു സാമ്പത്തിക സ്ഥിരത കുറച്ച് നമുക്കൊരു ഓക്കെ സമാധാനിക്കാം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ സാഹചര്യമാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ളത്. ആ സാഹചര്യം ഉള്ളത് കൊണ്ട് എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നുണ്ട് പലതും. ഇപ്പം ആ സാഹചര്യം ഇപ്പം അടുത്ത വർഷം നമ്മൾ ആക്ടേഴ്സ് പലപ്പോഴും ഫ്രീലാൻസ് അല്ലേ, അപ്പം അടുത്ത വർഷം ചിലപ്പോൾ എനിക്കൊരു വർക്കും ഇല്ല. അപ്പം ഇനി അതേ വരുള്ളെങ്കിൽ എന്ത് വേണം ശരിക്കും കയ്യിലില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അപ്പോഴും ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കും. ഇപ്പോഴൊരു അല്ലെങ്കിൽ എനിക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ പൈസ കൊണ്ട് എനിക്ക് ഓടുന്നവരെ എനിക്ക് പറ്റുമായിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും എന്തെങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വരാമല്ലോ ഈ ഫ്രീലാൻസ് ആക്ടേഴ്സ്.